ഹലോ ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മോർണിംഗ് ഹാബിറ്റ്സിനെ പറ്റിയാണ്. ജീവിതത്തിൽ വളരെയധികം ഉന്നതിയിലെത്തിയിട്ടുള്ള, അതുപോലെ വളരെ സമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെയൊക്കെ ജീവിതചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, അവരെല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, വളരെ റുട്ടീനോടുകൂടി ഫോളോ ചെയ്യുന്ന മോർണിംഗ് ഹാബിറ്റ്സുകളുണ്ട്. ആ ഹാബിറ്റ്സാണ് അവരുടെ പല നേട്ടങ്ങൾക്കും കാരണമെന്ന് അവരുടെ പല വീഡിയോസിലൂടെയും അവരുടെ ബുക്സുകളിലൂടെയും ഒക്കെ നമുക്ക് വായിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന ചില ഹാബിറ്റ്സ് ഉണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്നും അതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് അവർക്കുണ്ടായിട്ടുള്ളതെന്നും നമുക്കൊന്ന് നോക്കാം. ജീവിതത്തിൽ മോർണിംഗ് ഹാബിറ്റ്സ്, ചില ചിട്ടകൾ, ചില ശീലങ്ങൾ നമ്മൾ പരിശീലിക്കുന്ന വഴി നമുക്കൊരു മെൻ്റൽ ക്ലാരിറ്റിയും നല്ലൊരു ഫോക്കസും ഒക്കെ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഡിസിഷൻ ഫറ്റീഗൊക്കെ അവോയ്ഡ് ചെയ്യാം. രാവിലെ എണീറ്റിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷനൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നു. അതുപോലെ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിനെ ഇത് വളരെയധികം സഹായിക്കുന്നു. നമുക്ക് ഗോൾസൊക്കെ സെറ്റ് ചെയ്യാനും ആ ഗോൾസൊക്കെ നമുക്ക് നേടിയെടുക്കാനും നമ്മുടെ ഓവറോൾ പ്രൊഡക്ടിവിറ്റിനെയൊക്കെ കൂട്ടാനും ഈ മോർണിംഗ് ശീലങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നല്ല സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനും നല്ല ഡിസിപ്ലിനുള്ള ആളുകളായിട്ടൊക്കെ മാറാൻ നമ്മളെ ഇത് സഹായിക്കുന്നു. നമ്മുടെ സ്ട്രെസ്സിനെയും ആങ്സൈറ്റീനെയും ഒക്കെ കുറച്ച് നമുക്ക് നല്ലൊരു സക്സസ് നേടിത്തരാൻ ഈ മോർണിംഗ് ശീലങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ മോർണിംഗ് ഹാബിറ്റ് എന്ന് പറയുന്നത് കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. വേക്കപ്പ് ഏർലി. എസ്പെഷ്യലി ഈ ഒരു വേക്കപ്പ് ഏർലി എന്നുള്ളത് നമ്മുടെ വീടുകളിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരൊക്കെ എഴുന്നേൽക്കുന്നതിന് മുൻപ് കുറച്ച് നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള, ക്വയറ്റ് ആയിട്ടുള്ള കുറച്ച് സമയം കിട്ടും. ഈ സമയത്ത് നമ്മുടെ ടു ഡു ലിസ്റ്റ്, അതുപോലെ മെഡിറ്റേഷൻ, പ്രെയർ ഒക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം സഹായിക്കുന്നതാണ്. ഇനി സെക്കൻഡ് ഹാബിറ്റ്, അവോയ്ഡ് സ്ക്രീൻ ഫോർ ദ ഫസ്റ്റ് 30 minutes എന്നുള്ളതാണ്. നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മുടെ ഫോണിൽ വരുന്ന ന്യൂസ് ഫീഡുകൾ, പലതരത്തിലുള്ള ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ന്യൂസ്, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മുടെ മനസ്സിന് വളരെയധികം ഡിസ്റ്റർബൻസ് ആവുകയും നമ്മുടെ ആ ദിവസത്തെ ഫോക്കസും നമ്മുടെ ഗോൾ സെറ്റിങ്ങും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റാതെ ആവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫോൺ ഒക്കെ നമുക്ക് മാറ്റിവെച്ച് നമ്മുടെ ഫസ്റ്റ് 30 minutes എന്ന് പറഞ്ഞാൽ വളരെ പീസ്ഫുള്ളായിട്ട്, ക്വയറ്റായിട്ട് സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മൂന്നാമത്തെ ഒരു ശീലം എന്ന് പറയുന്നത് ഡു മെഡിറ്റേഷൻ ഓർ പ്രെയർ എന്നുള്ളതാണ്. എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കിക്കൊണ്ട് ക്വയറ്റായിട്ടൊരു സ്ഥലത്തിരുന്നു കൊണ്ട് കുറച്ച് നേരം നമുക്ക് പ്രെയർ ചെയ്യാം. ഇനി പ്രെയർ ചെയ്യാൻ താല്പര്യമുള്ളവരല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അത് നമുക്ക് വളരെയധികം ഒരു മെൻ്റൽ പീസ്ഫുൾനെസ്സും അതുപോലെ തന്നെ നമ്മുടെ ആങ്സൈറ്റീനെയും സ്ട്രെസ്സിനെയും ഒക്കെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. നാലാമത്തെ ഒരു ശീലം എന്നുള്ളത് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക. അതായത് നമുക്ക് ഒരു 10 to 15 minutes നമ്മുടെ ബോഡിയെയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം, യോഗ ചെയ്യാം, വാക്ക് ചെയ്യാം. നമുക്ക് പറ്റുന്ന പോലെയുള്ള ഫിസിക്കൽ എക്സസൈസ് ചെയ്യുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നാലാമത്തെ ഒരു ശീലം എന്നുള്ളത്. ഫിഫ്ത്ത് ഹാബിറ്റ് എന്നുള്ളത് നമ്മുടെ ബോഡീനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് അഞ്ചാമത്തെ ഒരു ശീലം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് ബോഡീനെ ഹൈഡ്രേറ്റ് ചെയ്യാം, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് രാവിലെ തന്നെ നമുക്ക് പ്ലെയിൻ വാട്ടർ കുടിക്കാം. അതും അല്ലെങ്കിൽ ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം കുടിക്കാം. അതിനകത്ത് നമുക്ക് ലെമനോ അല്ലെങ്കിൽ ആപ്പിൾ സൈഡർ വിനെഗറോ അല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ ടീ കുടിക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതും. അടുത്തൊരു ശീലം എന്ന് പറഞ്ഞത് ഒരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ഒരുപാട് കാര്യങ്ങൾ എഴുതി വെക്കാണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 3 കാര്യം എഴുതുക. അപ്പോൾ ഒരു വലിയ കാര്യങ്ങളാണെങ്കിൽ അതിനെ എങ്ങനെ സ്മോൾ ആയിട്ട് ബ്രേക്ക് ചെയ്യുക. ഏത് സമയത്ത് നമുക്ക് ഈ ദിവസത്തിൻ്റെ ഏത് സമയമാണോ നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് ആ സമയത്ത് അത് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്ന് അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഗോൾസൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യുക. ഇത് ഡെയിലി നമ്മൾ ഈ മോർണിംഗിൽ ഈ ഗോൾസൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, എപ്പോൾ ഇത് ചെയ്ത് തീർക്കാൻ പറ്റും, എപ്പോൾ ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പം ഒരു വലിയ ടാസ്ക് ആണെങ്കിൽ അതിനെ സ്മോൾ പോർഷനായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കത് ചെയ്ത് തീർക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മോർണിംഗിൽ തന്നെ ഒന്ന് റിവ്യൂ ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. അടുത്ത ഒരു മോർണിംഗ് ഹാബിറ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചുറ്റുപാടും നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ എഴുന്നേറ്റ് തന്നെ വരുമ്പോൾ തന്നെ നമ്മുടെ ആ ബെഡിങ് ഒക്കെ ഒന്ന് വിരിച്ച് നല്ല നീറ്റായിട്ട് ഇടുക എന്നുള്ളതാണ്. അടുത്തൊരു ശീലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് നല്ല വൃത്തിയായിട്ട് വെക്കുക എന്നുള്ളതാണ്.
പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്നുള്ളത് ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് മോർണിംഗ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇടുകയോ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റൊക്കെ ലിസൺ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മൾ കിച്ചണിൽ പോയി ഫുഡ് ഉണ്ടാക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ശാന്തമായിട്ട് അതുപോലെ പീസ്ഫുള്ളായിട്ട് നമ്മുടെ ഡേയെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മുടെ വീടിൻ്റെ അകത്തുള്ള ആ ഒരു എയറൊക്കെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി, നമുക്ക് ഫ്രഷ് എയർ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി നമുക്ക് വിൻഡോസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടാം. അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സുകൾ, ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാട്ടർ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്കൊരു മെൻ്റൽ ഹെൽത്തിനെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ നമുക്ക് കുഞ്ഞു കുഞ്ഞു സന്തോഷം കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള ചെറിയ ശീലങ്ങളൊക്കെ നമുക്ക് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഏരിയ എടുത്തിട്ട് ക്ലീൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ടേബിൾ ടോപ്പ് ആകാം, അതിലിങ്ങനെ ബുക്സും പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം കിട്ടുന്നതാണ്. അടുത്ത ഒരു മോർണിംഗ് ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എമോഷണൽ ഹെൽത്തിനെയൊക്കെ വളരെയധികം സഹായിക്കുന്നത്, നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ബോണ്ടിങ്ങിനെയൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ അതർ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ ഹസ്ബൻഡ് വൈഫാണെങ്കിൽ അവരെ ഒന്ന് വിഷ് ചെയ്യുക, നമുക്കൊരു ഗുഡ് മോർണിംഗ് പറയാം. കുട്ടികളെയൊക്കെ നമുക്കൊന്ന് ഹഗ് ചെയ്യാം, അവരോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങളുടെ ഉറക്കമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം ഒന്ന് അക്നോളജ് ചെയ്യുക. പരസ്പരം മിണ്ടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം ലഭിക്കും. നമ്മുടെ ഒരു കണക്ഷനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക, ഫാമിലി ബോണ്ടിങ്ങിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നു. അടുത്തൊരു മോർണിംഗ് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ജേർണലിംഗ് വളരെ നല്ല, നമുക്ക് ഒരുപാട് സെൽഫ് ഗ്രോത്ത് തരുന്ന ഒരു ഹാബിറ്റാണ്. അപ്പം നമുക്ക് അത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. അതുപോലെ തന്നെ നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഗോൾസ്, നമുക്ക് എന്ത് വേണമെങ്കിലും ജേർണലിൽ എഴുതി വെക്കാവുന്നതാണ്. നമുക്ക് ഓവറോൾ ഗ്രോത്തിനെയും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ജേർണലിംഗ് എന്നുള്ളത്. അപ്പോൾ ഈ മോർണിംഗ് ശീലങ്ങൾ നമുക്ക് വളരെയധികം സക്സസ്സും നമ്മുടെ ഓവറോൾ ഗ്രോത്തിനും ഒക്കെ സഹായിക്കുന്നവയാണ്. ഒരുപാട് സമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ വലിയ വലിയ നിലയിലെത്തിയിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യങ്ങളാണിതെല്ലാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, നേരത്തെ എഴുന്നേൽക്കുക, ഫോണിൻ്റെ ഉപയോഗം രാവിലെ കുറയ്ക്കുക, മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രെയർ ചെയ്യുക, കുറച്ച് നേരം എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക, അതുപോലെ തന്നെ ഒരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഒന്ന് ഓർഗനൈസ്ഡാക്കി വെക്കുക തുടങ്ങിയവയാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു നല്ല ഗ്രോത്ത് ഉണ്ടാകട്ടെ. മോർണിംഗ് ഹാബിറ്റ്സൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.